പി.എസ്. സാറേ, ഇപ്പോൾ ഇന്നത്തെ വിഷയം ഗണഗീതമാണ്. ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗണഗീതം എന്ന് പറയുന്നത് ഇപ്പം ആർ.എസ്.എസ് അല്ലെങ്കിൽ ആർ.എസ്.എസ് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വ്യക്തത വരുത്തിയ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇത് ദേശഭക്തി ഗാനം. ഒരു ദേശഭക്തി ഗാനം പാടി അല്ലെങ്കിൽ ഞങ്ങളിത് പഠിപ്പിക്കാറുണ്ട് സ്കൂളിൽ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവിടെ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തപ്പോൾ ഒരു ദേശത്തിൻ്റെ വിഷയവും ഒരു ആഘോഷമൊക്കെ ആയിട്ട് വന്നപ്പോൾ ഒരു ദേശഭക്തി ഗാനം പാടി എന്നതിനപ്പുറം ഒന്നും ഇതിനകത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ വരികൾ നിങ്ങൾ പരിശോധിക്കൂ. ആ രീതിയിലേക്ക് ഇന്നലെ ഈ ചർച്ച വന്നപ്പം ഈ പറഞ്ഞ ജോർജ് കുര്യൻ അതിൻ്റെ വരികൾക്കകത്ത് അർത്ഥം പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ദേശത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി, പുഴകൾ, മലകൾ, ഈ പറയുന്നത് പോലെ നദികൾ, പൂക്കൾ, അമ്മ, ഈ ഒരു സങ്കല്പം അതിനകത്തുള്ളൂ. പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് ഈ കുറേ വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ദേശാഭിമാനികളാണ്. ഇതിനകത്ത് എന്താണ് കുഴപ്പമുള്ളത്? എന്താണ് വർഗീയതയുള്ളത്? അതിനകത്ത് നിങ്ങൾ എന്താണ് കാണുന്നത്? അത് ആർ.എസ്.എസിൻ്റെ ഗണഗീതമാണെങ്കിൽ തന്നെയും അതിനകത്ത് തെറ്റ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്കൂടെ ആക്കിക്കൂടെ ഗണഗീതം എന്നുള്ള രീതി ചോദ്യം വന്നു. ഞാനീ പറഞ്ഞു വന്നത് ഇവിടെ ആർ.എസ്.എസിനെ വളർത്തുന്നത്, ബി.ജെ.പിയെ വളർത്തുന്നത് സി.പി.എമ്മും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. നേരത്തെ 20 സംസ്ഥാനത്തിൽ ബീഫ് നിരോധനം നടത്തിയ കോൺഗ്രസ്, മനസ്സിലായിരുന്നു, 4-5 സംസ്ഥാനത്തിലായിരുന്നു അന്ന് ബീഫ് നിരോധനമായിട്ട് ബി.ജെ.പി വന്നത്. കാരണം വടക്കേ ഇന്ത്യയിൽ ഈ ഗോമാതാവിന് വലിയൊരു രാഷ്ട്രീയമുണ്ട്. സാറിന് അറിയാമല്ലോ, ചാണകത്തിനും ഈ പശുവിനും ഒക്കെയുള്ള രാഷ്ട്രീയം ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കാത്തവനൊക്കെ അതിൻ്റെ ഭാഗമല്ലാതെ പോകും. കാരണം കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട അവരത്രയും മൂല്യത്തിൽ കാണുന്ന ഒരു സാധനം, അതിനെ ദൈവത്തെ പോലെ പോലും കരുതും. നമ്മുടെ ഒരു സങ്കല്പം അങ്ങനെയാണല്ലോ, നമുക്ക് ഭക്ഷണം തരുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതിയും മലയും ഒക്കെ ദൈവം. അപ്പോൾ അതിൻ്റെ രീതിയിലേക്ക് വരുന്നു. അപ്പോൾ അതിനെ ഇവിടെ കൊണ്ടുവന്നു, ഈ കൊണ്ടങ്ങോട്ട് ഇട്ട് കൊടുത്തു, ബീഫ് ഞങ്ങൾ നിരോധിക്കാൻ പോവുകയാണ്. ബീഫ് കഴിക്കുന്ന 80% ഹിന്ദുക്കളാണ്. ഈ പറയുന്ന അവൻ ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു വിഷയത്തിനകത്ത്. അപ്പോൾ ധ്രുവീകരണ രാഷ്ട്രീയം ഒരു പക്ഷേ ബി.ജെ.പിക്കകത്ത് അല്ലെങ്കിൽ ബി.ജെ.പിക്കകത്ത് ഇവിടെ ചില പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ മറികടക്കുന്നതിന് കൃത്യമായ ഇടവേളകളിൽ ചില മുദ്രാവാക്യങ്ങളും ഒക്കെ ആയിട്ട് ആർ.എസ്.എസ് വരും, അത് എടുത്തിട്ട് കൊടുക്കും. അതെടുത്ത് ഈ പറയുന്ന പോലെ പണി ചെയ്യുന്നവരെ ആർ.എസ്.എസ് എടുത്തിട്ട് കൊടുക്കും, പണി ചെയ്യുന്ന മൊത്തം മാർക്സ് വരും. അപ്പം ഇതിപ്പം ഗണഗീതം എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു എന്താ ഗണഗീതം പാടിയാൽ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കുഴപ്പം? ഇതിന് ഇത്രയും പ്രശ്നം എന്തിന് ശിവൻകുട്ടി ഉണ്ടാക്കുന്നത്? തട്ടത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റും ആ വീട്ടുകാരും ഉൾപ്പെടെ പറഞ്ഞു സ്കൂളിൻ്റെ അല്ലെങ്കിൽ നിയമം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അനുസരിച്ചോളാം, നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, സ്കൂളിൻ്റെ നിയമമല്ലേ, പൊതുവായിട്ടുള്ള നിയമം ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളെന്തിനാ മറ്റത് കാണുന്നത് പറഞ്ഞപ്പോൾ ശിവൻകുട്ടി വന്നു പറഞ്ഞു, എൻ്റെ തട്ടം ഇടിക്കും ഞാൻ, ആ കുട്ടി തട്ടം ഇട്ടേ പോകാനൊക്കത്തുള്ളൂ, മനസ്സിലാവുന്നുണ്ട്. ആ വിഷയത്തിനകത്ത് ഇവിടുത്തെ ആരും പറയുന്നില്ല. തട്ടത്തിൻ്റെ വിഷയത്തിനകത്തും ഇവിടുത്തെ PFIക്കാരൻ്റെയും അല്ലെങ്കിൽ മറ്റ് SDP ഒക്കെ വിഷയം വരുമ്പോൾ അവൻ്റെ ഇതുപോലുള്ള അവൻ ഈ രാജ്യത്തിനും ദേശത്തിനും ഒക്കെ ദോഷമായിട്ടുള്ള വിഷയം വരും, ഇവരാരും മിണ്ടാനില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുപിടിച്ചപ്പോൾ അവരുടെ ഭരണഘടന നാളത്തെ കാലത്തെ മുസ്ലിം രാജ്യമാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സതീശൻ പറഞ്ഞു അത് ഞാനങ്ങ് മാറ്റിയെന്ന്. അത് ഞാനങ്ങ് മാറ്റിയത്, ഇപ്പോൾ അവരങ്ങനൊന്നും അല്ല. അപ്പം അങ്ങനെ പറയുന്ന സതീശനും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സാറേ, ഈ ഗണഗീതമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗണഗീതം പാടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അതോ ആർ.എസ്.എസിൻ്റെ ഈ പറയുന്ന ബുദ്ധിയിൽ, ഇതിനകത്ത് ആർ.എസ്.എസ് തൊട്ടിട്ടില്ല, ഈ പറയുന്ന ബുദ്ധിയിൽ ഇവരൊക്കെ വീണു പോവുകയാണോ? ആർ.എസ്.എസും ബി.ജെ.പിയും നിശ്ചയിക്കുന്നതിനനുസരിച്ചാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാം, ആർ.എസ്.എസ്. അത് സമയാസമയങ്ങളിൽ അവർക്ക് ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഓരോരോ വിഷയം അവരെടുത്തിടും. ഒരു കാര്യവുമില്ലാത്ത ഒന്നായിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ് ഗവർണർ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് ഭാരതാംബയെ കയറ്റിയിരുത്തിയത്. ഒരു കാര്യമില്ലാത്ത കാര്യം, പക്ഷേ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിങ്ങനെ കൊണ്ടുവച്ചാൽ ഉടനെ തന്നെ CPM കയറി പിടിച്ചോളും, കോൺഗ്രസും അവരെ കൂടി അടിച്ച് താർത്തോളം, കുറേ ദിവസമൊക്കെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതന്ന് അങ്ങനെ അവർ വിചാരിച്ച കാര്യം നടന്നു, വലിയ ചർച്ചകളൊക്കെ നടന്നു. ആ പ്രശ്നങ്ങളൊക്കെ അവർ എന്താണോ ആഗ്രഹിച്ച് അതിനനുസരിച്ചുള്ള ധ്രുവീകരണ പ്രക്രിയകളൊക്കെ നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ മറ്റു കഥകളിലേക്ക് പോകുന്നതിന് പകരം, ബീഫിൻ്റെ മറ്റു കഥകളിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് തിരിച്ചു ഇന്നത്തേക്ക് വരാം. ഇവിടെ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഗണഗീതം എന്ന് പറയുന്നത് ആർ.എസ്.എസിൻ്റെ ഒരു ഗാനമാണ്. ആർ.എസ്.എസിൻ്റെ ഇൻട്രൊഡക്ടറി സോങ് എന്ന നിലയ്ക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അവർ ഇങ്ങനെ ആലോചിച്ചു ഇത് പതുക്കെ സ്കൂളിലേക്ക് ഇട്ടാൽ എന്താണ്, അല്ലെങ്കിൽ വന്ദേ മാതരത്തിലേക്ക് കയറ്റിയാൽ എന്താണ്, അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഈ ഭ്രാന്തന്മാരെ കൂടി അതിൻ്റെ പിന്നാലെ പോയിക്കോളും എന്ന് കരുതി അവരെന്ത് ചെയ്തു, അത് കയറ്റിയിട്ടു. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് ചോദിക്കാമല്ലേ ഇത് പാടിയെന്തോ കുഴപ്പം. ഇവിടെയുള്ള ബേസിക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, അത് വന്ദേ മാതര ട്രെയിൻ വരുന്നതായിട്ടുള്ള എന്തായിക്കോട്ടെ, നിങ്ങളൊരു സർക്കാർ പ്രോഗ്രാമാണ് എങ്കിൽ ആ സർക്കാർ പ്രോഗ്രാമിൽ വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പാടുള്ളൂ. ദേശഭക്തി ഗാനം ഒരുപാടുണ്ട്, ദേശത്തെ വാഴ്ത്തിപ്പാടുന്ന ഏതും ദേശഭക്തി ഗാനമാണ്. പക്ഷേ നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ദേശീയ ഗാനം അതാണ്
അവിടെ പാടേണ്ടത്. അത് പാടുന്നതിന് പകരമായിട്ട് RSSൻ്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധപൂർവം അവർ ഇതിനകത്ത് ധ്രുവീകരണം നടത്താൻ വേണ്ടി നടത്തിയ പ്രക്രിയയാണ്. അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ സമീപിക്കാം. ഒന്ന്, തൽക്കാലം അവഗണിച്ചിട്ട് പിന്നീട് വിഷയം അവതരിപ്പിക്കാം. തൽക്കാലം അവഗണിക്കണം, ആരും ശ്രദ്ധിക്കില്ല. എന്ത് ഗണഗീതം, കേരളത്തിൽ ആരാണ് ഈ ആർത്തതിനെ ഗണഗീതം? ആർക്കറിയാം? ആർത്തുകാരന് പോലും അറിയാൻ പാടില്ല ശരിക്കും. അപ്പോൾ അത് പ്രശസ്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, വാർത്തയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുണ്ടാക്കുന്ന അജണ്ടകളാണ്. ആ അജണ്ടകൾക്ക് അവർക്ക് ഫലപ്രദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? വിജയിപ്പിക്കാനായിട്ട്. ഗണഗീതം എന്ന് പറയുന്ന ഈ കുന്തം പോലും ആളുകൾ കേൾക്കുന്നത് ഇങ്ങനെയുള്ള വിവാദം വരുന്നതിൻ്റെ ഫലമായിട്ട്. അല്ലെങ്കിൽ ആർക്കാണ് അതിന് പ്രസക്തിയുള്ളത്? ആർക്ക് പ്രാധാന്യമുണ്ട്? ഒരു പ്രാധാന്യമില്ല എന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കുന്നവർക്ക് അതിന് പ്രാധാന്യമുണ്ട്, അത് മഹത്വമായിട്ട് അവർക്ക് കണക്കാക്കുകയും ചെയ്യാം. അല്ലാത്തവർക്ക് അതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ കാര്യമല്ല അത്. അങ്ങനെ അവഗണിച്ച് കഴിഞ്ഞാൽ അതിന് ഈ വാർത്താ പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷെ ബേസിക്കായിട്ട് അവിടെയും ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ആർക്കും കയറി എന്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് എടുക്കേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ കുറേ കഴിയുന്ന സമയത്ത് CPMൻ്റെ വിപ്ലവ ഗാനങ്ങൾ അതൊക്കെ ഈ സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയിൽ പാടാൻ തുടങ്ങിയ ആളുകൾ സമ്മതിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ പാട്ടുമായിട്ട് ഇറങ്ങും. RSS ഇറങ്ങിയ പോലെ കോൺഗ്രസിൻ്റെ പാട്ടുമായിട്ട് വരും, CPMൻ്റെ പാട്ടായിട്ട് വരും, മുസ്ലിം ലീഗ് അവരുടെ പാട്ടായിട്ട് വരും. എന്താണ് ഇവർ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനമാണ് എന്ന ചിന്ത കുറേ കാലമായിട്ട് അട്ടിമറിച്ച് ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് അത് അട്ടിമറിച്ച് ഇവർക്ക് അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതും ഇവരുടെ അധീശത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് എന്ന് തീരുമാനിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളുടെ ഗൗരവമായ, നമ്മുടെ സമൂഹത്തിൻ്റെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഇവരുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരാതെ പോകുന്നത്. ഇവരുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇതേപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാകണം. അതുണ്ടാക്കാൻ വേണ്ടി RSS ഇപ്പോൾ ആദ്യം ഇട്ടുകൊടുത്തു, മറ്റൊരു കയറി പിടിച്ചു, അങ്ങനെ ചർച്ചകൾ നടക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, RSSൻ്റെ പാട്ട് RSSൻ്റെ വേദിയിൽ പാടട്ടെ, അതിലാണ്ട് സർക്കാർ വേദിയിൽ എന്തിനാ പാടണം? ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ അവര് ബോധപൂർവം ചെയ്യണോ? അവർക്ക് അറിയാൻ പാടില്ല, ബോധപൂർവം ചെയ്ത് ഇവരെ കൊണ്ട് അവർ ബോധപൂർവം ചെയ്യുന്ന ആ കാര്യമാണെന്ന് മനസ്സിലാക്കാതെ ഏറ്റുപിടിച്ച് അവർക്ക് വേണ്ട പ്രചരണം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വിഷയത്തിലല്ല, ഏതാണ്ട് എല്ലാ വിഷയങ്ങളും ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഇതിനകത്ത് വലിയ പ്രശ്നമായിട്ട് വരും. ഇപ്പൊ വന്നേക്കുന്ന വിഷയം, സാർ വാർത്ത വരുന്ന നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ വാർത്ത, കുഞ്ഞുങ്ങളെ അവരുടെ പടം ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തുന്നു, അതിക്രൂരമായിട്ട്. കുഞ്ഞുങ്ങൾ വരണ്ടിരിക്കുന്നത്, അതിനെതിരെ നിയമ നടപടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ പാടിയത് ഈ പറഞ്ഞ 2-3 RSSകാരൻ വന്ന് നിക്കർ വിട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ആ നിലവാരത്തിൽ പാടിയാലേ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്നത് സ്കൂൾ കുട്ടികൾ, അവരെ പഠിപ്പിച്ച ഞങ്ങൾ പഠിപ്പിച്ചു ദേശഭക്തിഗാനം പാടി. അപ്പോൾ ആ സ്കൂൾ കുട്ടികളെ സൈബർ ആക്രമണം, ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അതായത് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. വിയേഷൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഗണഗീതം പാടിയത് അർഹിക്കുന്ന അവജ്ഞയോടെ വിട്ടിട്ട് അത് 10 ദിവസം കഴിയുമ്പോൾ സ്കൂൾ അധികാരികളെടുത്ത് നിയമപരമായിട്ട് ഇതിങ്ങനെ, നിങ്ങളെന്തിനാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവിടെ വിട്ടത്, നിങ്ങൾ ഇത്തരത്തിൽ പാട്ട് പാടാൻ പാടുള്ളൂ, ഇത് നിയമത്തിനപ്പുറമല്ല, ആ രീതിയിൽ ചോദിക്കുന്നതിന് പകരം ഇത് ശിവൻകുട്ടി ഇറങ്ങി, സതീശനും ഇറങ്ങി, KC വേണുഗോപാലും ഇറങ്ങി, ഏറ്റവും അവസാനം ബേബി ഇറങ്ങി, എല്ലാവരും പാടി. അപ്പൊ ഗണഗീതം പാടിയാൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിലേക്ക് ചോദ്യങ്ങൾ. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, മര്യാദയില്ലാത്ത മനുഷ്യരെ ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളും മര്യാദഘട്ടവന്മാരുടേതായി മാറും. കാരണം ഈ പാട്ട് അത് ഔദ്യോഗിക പരിപാടിയിൽ പാടേണ്ട പാട്ടല്ലെന്ന് പാടിയ ആൾക്കാർക്ക് അറിയാം, പാടിപ്പിച്ചവർക്കും അറിയാം. അപ്പോൾ അവർ ബോധപൂർവ്വം എന്ത് ചെയ്യണം? അതങ്ങനെ പാടിപ്പിക്കുകയാണ്. അതൊരു മര്യാദകേടാണ്. ആ മര്യാദകേടിനോട് പ്രതികരിക്കുമ്പോഴും മര്യാദഘട്ട രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരാണ് ചെയ്തത്. നിർബന്ധിതമായിട്ട് പ്രശ്നമുണ്ടാക്കുക എന്ന് പറയുന്ന നിർബന്ധിതമാണ്. കാരണം ആർക്കും അതിനകത്ത് ഒഴിഞ്ഞു വെക്കാൻ പറ്റില്ല. കാരണം ഒരാൾ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ സതീശൻ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സതീശൻ്റെ ഉടനെ RSSകാരനാണെന്ന് പറഞ്ഞാൽ, ബേബി സംസാരിച്ചില്ലെന്ന് പറഞ്ഞാൽ ബേബി RSS ആണ്, അല്ലെങ്കിൽ അവരുടെ കാശ് മേടിച്ചെന്ന് പറയും. KC വേണുഗോപാലിൻ്റെ സ്ഥിതിയാണ്. എല്ലാ ആൾക്കാരുടെയും ഇങ്ങനത്തെ അണ്ടരാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ കുഴിയിൽപ്പെട്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത്. അത് ഒരു രക്ഷയില്ല. നമ്മൾ ഇത് എങ്ങനെ ചർച്ച ചെയ്താലും ഇതൊന്നും തിരുത്താനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, RSS ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭ്രാന്ത് പിടിച്ച കുറേ ആളുകൾ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്.
DYFI ശരി ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ശരി, മറ്റൊരു ശരിയുമില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ഭ്രാന്തന്മാർ അപ്പുറത്ത് നടക്കുന്ന. കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി, അതേപോലെ CPM ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുകയും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭ്രാന്ത സമൂഹം. ഈ ഭ്രാന്തന്മാരെല്ലാവരും കൂടി ബാക്കിയുള്ളവർക്ക് ഭ്രാന്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭ്രാന്ത് പടർത്തുന്ന ഒരു പ്രക്രിയയായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മൊത്തം മാറിക്കഴിഞ്ഞിരിക്കുക. നിശബ്ദനായിരുന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തേ ഇത് പറഞ്ഞിട്ട് മിണ്ടിയില്ലല്ലോ, നീ RSS അല്ലേ, അങ്ങനെ ചോദിച്ചോളെ. അത് രണ്ടുപേരും എന്ത് ചെയ്യുന്ന ചെയ്യുന്നിടയിൽ ആവേശത്തോടുകൂടി അതിനെ എതിർക്കും. ഇത് കാവ്യവൽക്കരണമാണ്, RSS വൽക്കരണമാണ്, RSSൻ്റെ പാട്ട് RSSൻ്റെ വേദിയിൽ പാടിയപ്പോരെ മറ്റിടത്ത് പാടാൻ നടക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ മറ്റൊരു പറയും ഇത് RSSൻ്റെ പാട്ട് അല്ല, ഇത് ദേശീയ ഗാനമാണ്. ആരൊക്കെ തീരുമാനിക്കുന്നത്? RSSൻ്റെ പാട്ട് തീരുമാനിക്കണം RSS ആണ്. അത് പിന്നീട് വേറെ വേദിയിൽ അവതരിപ്പിച്ചിട്ട് ദേശീയ ഗാനമാണെന്ന് പറയേണ്ട കാര്യം അവർക്കില്ല. അവൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നടന്നാൽ പോരെ. RSSകാരൻ്റെ പാട്ട് ഞങ്ങൾ തന്നെ പാടും, നിങ്ങൾ പാടണ്ട. ഇപ്പോൾ CPMകാർ പാടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RSSകാർ എന്ത് ചെയ്യും? നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ പാട്ട് പാടി എന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അങ്ങനെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കാം. എന്തായാലും ഇത് RSSൻ്റെ ഈ വിവാദ നിർമ്മാണ പുര വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അതിനകത്ത് വീണുകൊണ്ടിരിക്കുകയാണ് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.